പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോഡ് വെച്ചുള്ള ഇന്ത്യയുടെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഭൂമധ്യരേഖയ്ക്ക് വടക്കായി പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഭൂമധ്യരേഖയ്ക്ക് വടക്കായിട്ട് പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖയായ ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖ ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. അത് 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്ന് മിസോറാം. അതിൻ്റെ കോഡ് പൊതുവെ ഉള്ള ഒരു കോഡാണ്. MTയും MGRും JCB വാങ്ങി. അപ്പോൾ ഏതെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ചിട്ട് നമ്മളത് മെമ്മറിയിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പരീക്ഷ നേരത്ത് ആ കോഡ് അങ്ങോട്ട് ഓർത്തെടുത്താൽ മതിയില്ലേ. അപ്പോൾ അതുകൊണ്ട് പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കോഡാണ് ഞാനിതിൽ ഈ കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് MTയും MGRും JCB വാങ്ങി. അതിൽ M ഏതാണ്? മിസോറാം ആണ്. M മിസോറാം, T ത്രിപുര, M മധ്യപ്രദേശ്, G ഗുജറാത്ത്, R രാജസ്ഥാൻ, J ജാർഖണ്ഡ്, C ഛത്തീസ്ഗഡ്, B ബംഗാൾ. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. അത് നോക്കി, ഇവിടെ ഭൂപടത്തിൽ നോക്കി, ഇതേതാണ്? ഗുജറാത്ത്. ഇതേതാണ്? രാജസ്ഥാൻ. അടുത്തത് ഇതേതാണ്? മധ്യപ്രദേശ്. ഇതേതാ? ഛത്തീസ്ഗഡ്. ഇതോ? ജാർഖണ്ഡ്. ഇത് ബംഗാൾ, ത്രിപുര, മിസോറാം. അങ്ങനെയാണ്. ഉണ്ടോ? ഗുജറാത്ത് തുടങ്ങി മിസോറാം വരെയുള്ളത് ഈ രേഖയിലൂടെയാണ്. ഇങ്ങനെയാണ് ഉണ്ടോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. ഇങ്ങനെയാണ്. മനസ്സിലായോ? അത് നമ്മൾ കോഡാക്കി പഠിച്ചെന്നേ ഉള്ളൂ. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ഓർമ്മയിൽ കിട്ടാൻ വേണ്ടി കോഡായിട്ട് നമ്മൾ പഠിക്കുകയാണ്. MTയും MGRും JCB വാങ്ങി. M ഫോർ മിസോറാം, T ഫോർ ത്രിപുര, M ഫോർ മധ്യപ്രദേശ്, G ഫോർ ഗുജറാത്ത്, R ഫോർ രാജസ്ഥാൻ, J ഫോർ ജാർഖണ്ഡ്, C ഫോർ ഛത്തീസ്ഗഡ്, B ഫോർ ബംഗാൾ. അടുത്തത് ഒരു കോഡില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല ഏതാണ്? അത് ഡൽഹിയാണ്. 2002ലാണ് പ്രവർത്തനം ആരംഭിച്ചത്. റൂട്ട് ദൈർഘ്യത്തിൽ ഇന്ത്യയിൽ ഒന്നാമതുള്ള മെട്രോ റെയിലാണ് ഡൽഹിയിലുള്ളത്. അത് 2002ലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 1984 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ച കൊൽക്കത്ത മെട്രോയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ. അപ്പോൾ 1984 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ച കൊൽക്കത്ത മെട്രോയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ. എന്നാൽ ദൈർഘ്യം കൂടുതൽ എവിടെയാണ്? ഡൽഹിയിലാണ്. ബംഗളൂരു മെട്രോ അറിയപ്പെടുന്ന പേരാണ് നമ്മ മെട്രോ. ബംഗളൂരു മെട്രോ അറിയപ്പെടുന്ന പേരെന്താണ്? നമ്മ മെട്രോ. 2017 ജൂണിലാണ് കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ 2017 ജൂണിലാണ് കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിച്ചത്. ഏറ്റവും ഇന്ത്യയിലെ ആദ്യമായിട്ട് ഓടിയ മെട്രോ ട്രെയിൻ എവിടെയാണ്? 1984 കൊൽക്കത്തയിലാണ്. അതാണ് ആദ്യത്തെ മെട്രോ റെയിൽ. പിന്നെ ഏറ്റവും ദൈർഘ്യം കൂടുതലുള്ള മെട്രോയാണ് ഡൽഹിയിൽ 2002 പ്രവർത്തിച്ചത്. ബംഗളൂരു മെട്രോ അറിയപ്പെടുന്നത് നമ്മ മെട്രോ എന്നാണ്. 2017ലാണ് നമ്മുടെ കൊച്ചി മെട്രോ സ്റ്റാർട്ട് ചെയ്തത്. ഇനി അടുത്ത കോഡ് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നു. അതായത് 7
സംസ്ഥാനങ്ങളൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 8 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അത് സിക്കിമും കൂടി കൂട്ടിച്ചേർത്തിട്ട് 8 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്ന ആ രീതി വെച്ച് നോക്കുമ്പോൾ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത് സിക്കിം ഒഴികെയുള്ള ബാക്കി 7 സംസ്ഥാനങ്ങളാണ്. നമുക്ക് അത് ഒരു കോഡ് വെച്ച് നോക്കാം. 7 സംസ്ഥാനങ്ങൾ മാത്രം. അത് MT മാമൻ എന്ന കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓർമ്മിച്ചെടുക്കാം. MT മാമൻ. M for മേഘാലയ, 3 for ത്രിപുര, M for മണിപ്പൂർ, A for ആസാം, M for മിസോറാം, A for അരുണാചൽ പ്രദേശ്, N for നാഗാലാൻഡ്. അപ്പോൾ ഇത്രയും 7 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിനെയാണ് 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. കോഡ് MT മാമൻ. അപ്പോൾ നമുക്ക് മേഘാലയ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. മേഘാലയ ഉണ്ടോ? അതിൻ്റെ തലസ്ഥാനമാണ് ഷില്ലോങ്. മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ്. അടുത്തത് ത്രിപുര. ത്രിപുര ഇവിടെയാണ്. ഇതാണ് ത്രിപുര. ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തല. അഗർത്തലയാണ് ത്രിപുരയുടെ തലസ്ഥാനം. അടുത്തത് മണിപ്പൂർ. മണിപ്പൂർ ഇതാണ് മണിപ്പൂർ. മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഇംഫാൽ. അടുത്തത് ആസാം. ഇതാണ് ആസാം. ആസാമിൻ്റെ തലസ്ഥാനം ഗുവാഹത്തി. അടുത്തത് മിസോറാം. ഇതാണ് മിസോറാം. മിസോറാമിൻ്റെ തലസ്ഥാനം ഐസ്വാൾ. അടുത്തത് അരുണാചൽ പ്രദേശ്. ഇതാണ് അരുണാചൽ പ്രദേശ്. 7 സിസ്റ്റേഴ്സിലെ വലിയ സംസ്ഥാനം. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം എന്താണ്? ഇറ്റാനഗർ. അടുത്തത് നാഗാലാൻഡ്. ഇതാണ് നാഗാലാൻഡ്. നാഗാലാൻഡ് തലസ്ഥാനം കൊഹിമ. ഇന്ത്യയിലെ ആകെ ഒരേ ഒരു സംസ്ഥാനത്താണ് ഇംഗ്ലീഷ് മാതൃഭാഷയായിട്ട് ഉള്ളത്. അത് നാഗാലാൻഡിലാണ്. പിന്നെ പുതിയതായിട്ട് 7 സിസ്റ്റർ, അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് സിക്കിമിന്. അപ്പോൾ സിക്കിമിന് നമ്മൾ പറയുമ്പോൾ സിക്കിം ഏകദേശം ഇവിടെ മാപ്പിൽ നിന്ന് കട്ടായി പോയേക്കണാണ്. ഈ ഭാഗത്തായിട്ടാണ് സിക്കിമിൻ്റെ തലസ്ഥാനം ഗാങ്ടോക്ക്. ഇതാണ് സിക്കിമിൻ്റെ തലസ്ഥാനം. അടുത്തത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇപ്പോഴുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8 എണ്ണമാണ്. 6 എണ്ണമാണ് മുമ്പുണ്ടായിരുന്നത്. ഇപ്പോൾ 8 എണ്ണമുണ്ട്. അത് നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാം. അച്ചാഡാഡി ജാലപ്പു. അച്ചാഡാഡി ജാലപ്പു. നമുക്ക് എന്തെങ്കിലും കോഡ് വെച്ചാലല്ലേ ഓർമ്മ കിട്ടുള്ളൂ. അപ്പോൾ ഒരു കോഡ് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൽ എന്താണ്? അച്ചാഡാഡി ജാലപ്പു. അതെന്തൊക്കെയാന്ന് നോക്കാം. അച്ചയിൽ എ ആണ്. എ എന്താണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. അതാണ് എ. CH. അച്ചായിലുള്ള സ്പെല്ലിങ് ACH. അതിൽ എ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. CH എന്ന് പറയുന്നത് ചണ്ഡീഗഡാണ് CH. അപ്പോൾ അച്ച എന്നുള്ളത് തീർന്നു. അച്ച. A ഫോർ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. CH ചണ്ഡീഗഡ്. ഡാഡിയിൽ DA എന്താണ്? ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. ഈ 4 ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ്. ഈ 4 കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് മൂന്നാമത്തെ കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറ്റിയേക്കണം. അതായത് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. ഇതെല്ലാം കൂടി ഒരു സ്ഥലത്താണ്. അത് നമുക്ക് മാപ്പിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഡാഡിയിലുള്ള DA ഏതാണ്? ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. അതാണ് DA. ഡാഡിയിൽ DE അതെന്താണ്? ഡൽഹിയാണ്. അപ്പോൾ അച്ച ഡാഡി തീർന്നു. അച്ച ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആൻഡ് ചണ്ഡീഗഡ്. ഡാഡി ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. D
ഡൽഹി. ഇനി ജാലപ്പൂർ. ജാലപ്പൂരിൽ JA എന്താണ്? ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ ആണ് ജാലപ്പൂരിൽ JA. അടുത്തത് ലഡാക്ക്. L എന്താണ്? ലഡാക്ക്. അല്ലെ ഒരു L ഏതാണ്? ലഡാക്കാണ്. അടുത്തത് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ്. പൂവില് പുതുച്ചേരി. PU പുതുച്ചേരി. അപ്പോൾ അച്ചാഡാടി ജാലപ്പൂ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ A for ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. CH for ചണ്ഡീഗഡ്. ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. ഡൽഹി. ജമ്മു ആൻഡ് കാശ്മീർ. ലഡാക്ക്. ലക്ഷദ്വീപ്. പുതുച്ചേരി. അതായത് പോണ്ടിച്ചേരിയുടെ പുതിയ പേരാണ് പുതുച്ചേരി. അപ്പോൾ ഇത് എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അച്ചായിൽ എന്താണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആണ്. ഇവിടെ ഉണ്ട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ഇത് അടുത്തത് ചണ്ഡീഗഡ്. ഉണ്ട്, ഇവിടെയാണ് ചണ്ഡീഗഡ്. അടുത്തത് എന്താണ്? ദാദ്ര നഗർ ഹവേലി. ആൻഡ് ദാമൻ ദിയു ഈ സൈഡിലായിട്ടാണ് ഉണ്ടാകും. മഹാരാഷ്ട്രയ്ക്ക് അടുത്തായിട്ട് കിടക്കുന്നതാണ് ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു. അടുത്തത് ഡൽഹി. ഇവിടെയാണ് ഡൽഹി. ഇതാണ് ഡൽഹി. അടുത്തത് ജമ്മു ആൻഡ് കാശ്മീർ. ഇതാണ് ജമ്മു ആൻഡ് കാശ്മീർ. അടുത്തത് ലഡാക്ക്. അതിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ് ലഡാക്ക്. അടുത്തത് ലക്ഷദ്വീപ്. എന്താ? ദ്വീപുകളായിട്ട് കിടക്കുന്നത്, അതാണ് ലക്ഷദ്വീപ്. അറബിക്കടലിൽ കിടക്കുന്നത് ലക്ഷദ്വീപ്. ഇവിടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിൽ. അടുത്തത് പുതുച്ചേരി, പോണ്ടിച്ചേരി. ഇതാണ് പുതുച്ചേരി. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ഒന്ന് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും. ഇത് രണ്ടുമാണ് പുതുതായിട്ട് വന്നത്. 6 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് മുൻപുണ്ടായിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2 എണ്ണം കൂടി കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ വന്നേക്കുന്നത്. അടുത്തത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള സംസ്ഥാനങ്ങൾ 6. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള സംസ്ഥാനങ്ങൾ 6 എണ്ണം ഉണ്ട്. അതിന് കോഡ് KTM അബു എന്ന് നമുക്ക് പഠിക്കാം. KTM അബു. അതിൽ K ഫോർ കർണാടക, T ഫോർ തെലങ്കാന, M ഫോർ മഹാരാഷ്ട്ര, A ഫോർ ആന്ധ്രാപ്രദേശ്, B ഫോർ ബീഹാർ, U ഫോർ ഉത്തർപ്രദേശ്. ഈ 6 എണ്ണമാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങൾ. അപ്പോൾ KTM അബു എന്ന് നമുക്ക് പഠിക്കാം. KTM അബു എന്ന് നമ്മൾ കോഡാക്കി പഠിച്ചിരിക്കണം. എന്തിനെയാണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള സംസ്ഥാനങ്ങളാണ്. അത് കർണാടക, തെലങ്കാന, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവയാണ്. ഇതോടെ കോഡ് വെച്ചുള്ള ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത കോഡുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.